ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് പെട്ടെന്നൊരു ഐഡിയ. ഒരു ഈവനിങ് വ്ളോഗ് എടുത്താലോ? പ്രത്യേകിച്ച് ഇന്ന് കഞ്ഞി ഡേറ്റ് ആണ് കേട്ടോ. വേറെ ഒന്നുമല്ല. ഇന്ന് വെള്ളിയാഴ്ചയാണ്. മോറോവർ ആദ്യ വെള്ളിയാഴ്ചയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇന്നൊരു കഞ്ഞി നൈറ്റ് ആക്കിയാലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും പൊതുവെ കഞ്ഞി ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കഞ്ഞി തന്നെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ചെറുപയറാണ് ഇന്ന് വെറൈറ്റിക്ക്. കഴിഞ്ഞ ദിവസം വൻപയറാണെങ്കിൽ ഇന്ന് ചെറുപയർ. അപ്പോൾ പിള്ളേരൊക്കെ ദേ ടി വിയും കണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തോമു പറയാണ് എനിക്ക് വിശക്കുന്നുണ്ട്, വേഗം ഫുഡ് എടുത്തോളൂ എന്ന്. ചാക്കോനെ മാത്രം ഫോൺ കൊടുത്ത് ഇരുത്തിയേക്കാണ് കേട്ടോ. കാരണം ഇവർ രണ്ടുപേരും കാർ റേസും അതും ഇതുമൊക്കെയാണ് കാണുന്നത്. ചാക്കോനത് തീരെ താല്പര്യമില്ല. ചാക്കോൻ ആ പ്രായമല്ലല്ലോ. ചാക്കോന് ഈ കാർ സ്റ്റിമുലേറ്റർ ഒന്നും ഇഷ്ടമില്ല. ചാക്കോന് കോക്കോമിലനും ഡയാന റോമിയും ഒക്കെ കണ്ടാണ് സെറ്റ് ആവണത് കേട്ടോ. അപ്പോൾ ദേ തേങ്ങ പൊട്ടിച്ച് ചിരകാൻ അങ്ങോട്ട് നിന്നു. അപ്പോൾ മമ്മി ചോദിച്ചു, അവല് നനയ്ക്കാൻ കുറച്ച് തേങ്ങ തരുമോ? എന്തോ എന്നോട് പൈസ കടം ചോദിക്കണ പോലെയാണ് തേങ്ങ ചോദിച്ചത് കേട്ടോ. അങ്ങനെ ഞാൻ ദേ വേഗം പയർ വേവിക്കാൻ വെച്ചു. പിന്നെ തേങ്ങ ചിരണ്ടി, അതിൻ്റെ ഇടയ്ക്ക് തേങ്ങ എങ്ങനെയൊക്കെയോ ചിരണ്ടി എടുത്തു. വേറൊന്നും കൊണ്ടല്ല, നല്ല ജലദോഷം ഉണ്ട് കേട്ടോ. പിന്നെ ദേ ചാക്കോയ്ക്കും എല്ലാവർക്കും ഉള്ള കാടമുട്ട പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട്. കാടമുട്ട അങ്ങനെ കുറേ കഴിക്കില്ലല്ലോ. എല്ലാവർക്കും ഓരോ പീസ് വെച്ച് അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ ഇന്ന് രാത്രി വെണ്ടയ്ക്കയും കിഴങ്ങും കൂടെ ഇട്ടൊരു ഉപ്പേരിയും വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കറയുള്ള കട്ടിംഗ് ബോർഡല്ലേ കണ്ടിട്ടുള്ളൂ. ഇങ്ങനത്തെ കട്ടിംഗ് ബോർഡ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ എടുക്കാറില്ലെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് ഇടയ്ക്കൊരു കടിക്കായിട്ട് ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസ് വറക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും കൊടുക്കും കേട്ടോ. അല്ല, ഇന്ന് എല്ലാവർക്കും കൊടുത്തില്ല. ഇന്ന് ഡാഡിയും മമ്മിയും അവൽ നനച്ചതാണ് കഴിച്ചത് വൈകുന്നേരം. ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല. കുറച്ച് ചായ കുടിച്ചിട്ട് അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കളയിൽ ഇരുന്ന് കുറേ നേരം ആലോചിച്ചപ്പോഴാണ് വൈ നോട്ട് കഞ്ഞി നൈറ്റ് ആക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ വേഗം പണികൾ തുടങ്ങിയാലേ കാര്യം നടക്കുകയുള്ളൂ. ബിക്കോസ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 1000 വട്ടം പിള്ളേർ എന്നെ വിളിക്കും. എനിക്കവിടെ പോകണം ഒക്കെ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ദേ നമ്മുടെ വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം ദേ ആദ്യം കിഴങ്ങൊന്ന് ഇട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ വെണ്ടയ്ക്ക വേഗം ഉടഞ്ഞു പോകില്ലേ. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ തേങ്ങാ ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇവിടെ ഡാഡിക്കും ഡോൺ ചേട്ടനും ഒക്കെ തേങ്ങാ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ തന്നെ തേങ്ങയും ഇഞ്ചിയും ഉള്ളിയും പുളിയൊക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തി. അപ്പോൾ ചാക്കോ കഴിച്ച പാത്രം ചാക്കോയ്ക്ക് തന്നെ കഴുകി വെക്കണം എന്നിപ്പോൾ ഭയങ്കര നിർബന്ധമാണ്. ഒരിടയ്ക്ക് തോമുവിനായിരുന്നു, ഒരിടയ്ക്ക് നല്ല തോമു തന്നെയാണ് തോമുവിന് കഴിച്ച പാത്രം കഴുകി വെക്കാറ് കേട്ടോ. ഇടയ്ക്കൊരു വടുകിന് ഇളകുമെങ്കിലും കഴുകി വെക്കാറുണ്ട് കേട്ടോ. പക്ഷെ ചാക്കോൻ്റെ പാത്രം കഴുകൽ കുറച്ച് അതിക്രമം പിടിച്ച പാത്രം കഴുകലാണ്. വെള്ളം ഇങ്ങനെ തുറന്ന് വിട്ടിട്ട് ഉരച്ച് തേച്ച് കഴുകണമെന്ന് പറഞ്ഞാൽ അതും കേൾക്കില്ല. അങ്ങനെ ദേ വർത്താനം പറഞ്ഞിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്കായും പൊട്ടറ്റോ ഒക്കെ വെന്തു. ചമ്മന്തി റെഡി. സൂപ്പർ ചമ്മന്തി ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഉണ്ടാക്കിയതാണെങ്കിലും കൊള്ളാം, കീപ്പ് ഇറ്റ് അപ്പ് എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു കേട്ടോ. പിന്നെ ദേ വേഗം ചോറ് വെച്ചു. ഓരോ ആകുന്നൊക്കെ ഓരോ പാത്രത്തിലാക്കി ഇങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. അപ്പോഴാണ് ഡോൺ ചേട്ടൻ വന്നത്. അപ്പോൾ ഡോൺ ചേട്ടനെ ഞാനൊരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊരു വെഡ്ഡിങ് ആനിവേഴ്സറിക്കൊരു ഗിഫ്റ്റ് വേണം. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എഡിറ്റ് ചെയ്താണ് കേട്ടോ. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഒറിജിനൽ ഫോട്ടോ. എഡിറ്റ് ചെയ്ത് അങ്ങ് സെറ്റപ്പ് ആക്കി വെച്ചു കേട്ടോ. അപ്പോൾ അതെല്ലാവരെയും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വെറൈറ്റി ഫോട്ടോ ഫ്രെയിമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. അതിൻ്റെ സ്റ്റാൻഡൊക്കെ പുറകിൽ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരെയും കാണിച്ചതിന് ശേഷം ഡോൺ ചേട്ടൻ കുളിച്ച് ഫ്രഷ് ആവാൻ പോയിട്ടോ. വന്ന് കയറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഗ്യാപ്പിൽ ഞാൻ നമ്മുടെ എന്തായിരുന്നു, ചെറുപയർ തോരൻ വെക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ ഉപ്പേരി എന്നൊക്കെയാണ് പറയുക. ഇവിടെ ഇവർ വെക്കുന്ന പോലെയല്ല ഞാൻ വെക്കുന്നത്. പക്ഷെ ഇപ്പം ഞാൻ ഒരു 99% അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് വെക്കാറ്. മറ്റേത് ഞാൻ പറയാം എനിക്ക് ഇതേ അറിയുള്ളൂ എന്നേ പറയാറുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതൊക്കെ മാറ്റി വെച്ചിട്ട് അവരുടെ ഇഷ്ടത്തിലേക്ക് ഞാനും ഇറങ്ങി ചെന്നു കേട്ടോ. അങ്ങനെ പാട്ടും കൂടെ വെച്ചു. ഇല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയാണ്. പാട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ ആരോ ഉള്ള പോലെ എനിക്ക് തോന്നും കേട്ടോ. അങ്ങനെ പാത്രങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ നോക്കുമ്പോൾ കൂടി വരികയാണ്. അപ്പോൾ ദേ മുട്ട ഒരെണ്ണം നൈസായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഓൾറെഡി ഇട്ടപ്പോഴേ പൊട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ അങ്ങോട്ട് ഇട്ടു കേട്ടോ. ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതൊരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഭയങ്കര ഒരു ഫാനാണ്. പിന്നെ എനിക്കുള്ളൊരു അസുഖമാണ്, കറി നന്നായെന്ന് എനിക്കറിയാം. പക്ഷെ ഡോൺ ചേട്ടൻ്റെ വായിൽ നിന്ന് കേൾക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദ്യമേ ചമ്മന്തി കഴിച്ചു പോയി. അതിൻ്റെ റിയാക്ഷനായിരുന്നു ശരിക്കും എടുക്കേണ്ടത്. ഒരാവശ്യമില്ല, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡോൺ ചേട്ടനെ കൊണ്ട് ഫുഡ് ടേസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. ഉള്ള കാര്യം ഉള്ള പോലെ മുഖത്ത് നോക്കി പറയാം. എന്ന് പറഞ്ഞാൽ വിഷമിപ്പിക്കുകയൊന്നുമില്ല കേട്ടോ. നല്ലതാണെങ്കിൽ അതിൻ്റെ എക്സ്പ്രഷൻ പുരികത്തിലൂടെയാണ് കേട്ടോ കാണിക്കുക. അത് ഡാഡിയും അങ്ങനെ തന്നെയാണ്. ചാക്കോ കുക്കർ ചീറ്റുന്ന കണ്ടിട്ട് പറയണം എനിക്ക് കഞ്ഞിവെള്ളം വേണം വേഗം എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ചാക്കോ തനി നാടൻ കുട്ടിയാണ്. നമ്മൾ കണ്ണു വെക്കരുത് കേട്ടോ. കാരണം ചാക്കോനെ കുറിച്ച് ഞാൻ എന്ത് പറഞ്ഞാലും
അന്ന് അവന് എന്തെങ്കിലും പറ്റാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും കണ്ണ് വെക്കുന്നൊന്നുമല്ല. എൻ്റെ ഒരു അമ്മയുടെ രോദനമാണ് നിങ്ങൾ കേട്ടത് കേട്ടോ. ചാക്കോ പൊതുവെ എല്ലാത്തിലും ഭയങ്കര ആക്റ്റീവാണ്. വർത്താനവും ഒക്കെയാണ്. എന്നെപ്പോലെ തന്നെയാണ്. വർത്താനത്തിൻ്റെ കാര്യത്തിൽ അവൻ എൻ്റെ മോൻ തന്നെയാണ്. പിന്നെ അവന് എന്താ പറയുക, എല്ലാവരുടെയും കാര്യം അന്വേഷിക്കും. ഒരു ആവശ്യമില്ലാണ്ട് എല്ലാവരുടെ കാര്യത്തിലും പോയി ഇടപെട്ടിട്ട് അവന് പണി വാങ്ങിക്കാറുണ്ട്. അത് എന്നെപ്പോലെ തന്നെയാണ്. അതും എന്നെപ്പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ചാക്കോയ്ക്ക് ഡാഡീനെ പിരികേറ്റാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഡാഡിക്കാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടമല്ല താനും. പ്രത്യേകിച്ച് ചാക്കോ ആണെങ്കിൽ ഡാഡി കണ്ണം വഴി ഓടിക്കും കേട്ടോ. ചാക്കോയ്ക്ക് മമ്മീനെ ഒന്നും ചെയ്യില്ല കേട്ടോ. മമ്മീനെ ഭയങ്കര കാര്യമാണ്. ബട്ട് ഡാഡീനെയും ഡിംപിളിനെയും പൊതിരെ കൊടുക്കാറുണ്ട്. ഡിംപിളിനെ അത്രയും ഇല്ല. പക്ഷേ ഡാഡിക്ക് ദേഷ്യം വന്നു കേട്ടോ. ഡാഡിയും തമാശയ്ക്കാണ്. അവനെ മൂപ്പിക്കാൻ ഡാഡിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ മൂപ്പിക്കൽ കൂടുമ്പോൾ ചാക്കോ എങ്ങോട്ട് ഓടണമെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ അതിലൊന്നും ചാക്കോ പതറില്ല കേട്ടോ. കളീന്ന് പറഞ്ഞാൽ കളിയാണ്. കളിയാണ് കേട്ടോ. ഇത് ചിലപ്പോൾ ഞാനത് മാസ്ക് ചെയ്തിട്ടേ ഇടുകയുള്ളേ. കാരണം പിള്ളേരെ അടിച്ചു എന്നുള്ള കേസായിരിക്കും അടുത്ത് എനിക്ക് വരിക. ഇത് തമാശയ്ക്ക് ചെയ്യുന്ന കേട്ടോ. മറ്റേ തറയിലാണ് അടിക്കുന്നത്. അവനെയല്ല അടിക്കുന്നത്. അവൻ പക്ഷേ ഡാഡീനെ അടിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഒരു കൊട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡാഡി ലാസ്റ്റ് നൈസായിട്ടൊരു കൊട്ട് കൊടുത്തു കേട്ടോ. കാരണം കല്ല് സീരിയസ് ആയി തുടങ്ങി. അപ്പോൾ ദേ നമ്മുടെ കഞ്ഞി ഡേറ്റ് അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കഞ്ഞിയുണ്ട്, പപ്പടമുണ്ട്, ചെറുപയർ തോരൻ, ചമ്മന്തി, വെണ്ടയ്ക്ക ഒക്കെ ആയിട്ട്. അപ്പോൾ ചാക്കോ ദേ ഡോണുവിനെ വിളിച്ചാൽ ചാക്കോ വരും കഞ്ഞി കുടിക്കാൻ. എന്താണെന്ന് അറിയില്ല അത്. അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. എനിക്കുള്ള കഞ്ഞിയും പപ്പടവും എടുക്ക് എന്ന് പറഞ്ഞിട്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല, മോനായി പോയില്ലേ. അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. മൂപ്പർക്ക് അതിനുള്ള ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല. വേഗം എടുക്കുന്നൊക്കെയാണ് പറയുന്നത്. ബിക്കോസ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവന് ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്കൊന്നും ഉറങ്ങിയിട്ടില്ല. ഞാനൊരു 1000 വട്ടം പറഞ്ഞു, എടാ ഉറങ്ങടാ ഉറങ്ങടാ. എവിടെ ചേട്ടൻ്റെ കൂടെ കളിച്ച് തിമിർക്കായിരുന്നു. ഞാൻ ചോദിച്ചു, നിനക്ക് സ്കൂളിൽ മാത്രമേ ഉറങ്ങാൻ പറ്റുള്ളൂ എന്നൊക്കെ ഞാൻ ചോദിച്ചു കേട്ടോ. കാരണം എനിക്ക് ദേഷ്യം വന്നു. കാരണം നമുക്കൊരു മിനിറ്റ് നമുക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റില്ല. ഇന്ന് എനിക്ക് ശരിക്കും ഈ പറഞ്ഞ പോലെ ജലദോഷമൊക്കെ ആയതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങണം എന്നുള്ളൊരു തോട്ടായിട്ടാണ് 2 മണി കഴിഞ്ഞ് ഇന്ന് മോളിൽ കയറുമ്പോൾ തന്നെ. അതിൻ്റെ കൂടെ ഇവൻ്റെ ചൊറിച്ചിലും നല്ല രസമായിരുന്നു. അങ്ങനെ ചാക്കോവിനോട് ഞാൻ പറഞ്ഞു, ഡാഡീനെ പോയി കഞ്ഞി കുടിക്കാൻ വിളിച്ചിട്ട് വായോന്ന് കേട്ടോ. അപ്പോൾ ഡാഡി എവിടെ? അപ്പോൾ ഡാഡി ഓൾറെഡി വെള്ളം എടുക്കാൻ പോയത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ചാക്കോട് പറഞ്ഞു ഒന്ന് പോയി നോക്കാൻ പറഞ്ഞപ്പോൾ നോക്കാൻ പോണതാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ എല്ലാവർക്കും വേഗം കഞ്ഞി കൊടുത്തിട്ട് ഞാനും കഴിക്കാനായിരുന്നു. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം ഉച്ചയ്ക്ക് ഇന്ന് 1 മണിക്ക് കുറച്ച് ചോറുണ്ടതാണ്. പിന്നെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഗ്ലാസ് ചായ കുടിച്ചു എന്നല്ലാണ്ട് വേറെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് നല്ല പോലെ വിശന്നു കേട്ടോ. ഇത് ഡോൺ ചേട്ടൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഡോൺ ചേട്ടന് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിപ്പോൾ ഡാഡിക്കായാലും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഇവർക്ക് 2 പേർക്കാണ് കൂടുതൽ ഇഷ്ടം. പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പം ഞാനങ്ങനെ ന്യൂട്രൽ ഇങ്ങനെ നിൽക്കും കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നും ഇല്ലാണ്ടായി തുടങ്ങി എനിക്കിപ്പോൾ. മറ്റേത് എനിക്ക് എവിടെയെങ്കിലും പുറത്ത് പോകണം, എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കണം എന്നൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം അങ്ങനത്തെ ഒരു ആഗ്രഹങ്ങളും ഇല്ല. എങ്ങനെയെങ്കിലും ഓരോ ദിവസം തള്ളി നീക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. പ്രായം മുന്നോട്ട് പോകുന്തോറും അങ്ങനത്തെ ആഗ്രഹങ്ങളിലേക്ക് വരുമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഡോൺ ചേട്ടന് കഞ്ഞിയോട് താല്പര്യമില്ല. അതുകൊണ്ട് ചോറെടുത്തു. ബാക്കി ഞാനും ചോറാണ് കേട്ടോ എടുത്തത്. ഡാഡി ഡിംപിളും ചോറാന്ന് തോന്നുന്നു, അറിയില്ല. ഡാഡി കഞ്ഞിയാണ് കേട്ടോ. ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞി കുടിക്കാനായിട്ട്. മമ്മിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കറിയും കൂടെ ഉണ്ടെങ്കിൽ ഉഷാറായി. അപ്പോൾ ആദ്യ വെള്ളിയാഴ്ച ഭയങ്കര ഭംഗിയിൽ അവസാനിപ്പിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഉച്ചയ്ക്ക് സത്യം പറഞ്ഞാൽ മീൻ വറുത്തത് എടുത്തു, എനിക്കല്ല കേട്ടോ, ചാക്കോയ്ക്ക് എടുത്തു. ചാക്കോയ്ക്ക് കൊടുത്തിട്ട് ഞാനതങ്ങ് അവസാനിപ്പിച്ചു കേട്ടോ. ഞാൻ കഴിക്കാനൊന്നും നിന്നില്ല. ആദ്യ വെള്ളിയാഴ്ച അങ്ങനെ ഭംഗിയിൽ കഴിഞ്ഞു. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഫുൾഫിൽ ചെയ്യാൻ പറ്റുക, അറ്റ്ലീസ്റ്റ് ആദ്യ വെള്ളിയാഴ്ചയെങ്കിലും ഫുൾഫിൽ ചെയ്യാൻ പറ്റിയല്ലോ. നമ്മൾ ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞു. ഡാഡി കഴിക്കാനിരുന്നതിന് ശേഷം ഞാൻ ചാക്കോന് കൊടുക്കാൻ പോവാണ് കേട്ടോ. ചാക്കോയ്ക്ക് പപ്പടം ആദ്യം ഐശ്വര്യമായിട്ട് കൊടുത്തു. എന്നിട്ട് അവനെ കഴിച്ചൊതുക്കിയിട്ട് ഞാനും ഭക്ഷണം കഴിച്ചിട്ട് അടുക്കള വേഗം അങ്ങോട്ട് ഒതുക്കി എടുത്തു. പിന്നെ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി എടുത്തു, ഹോളും കിച്ചനും ഒക്കെ. അപ്പോൾ ഡാഡിയും മമ്മിയും അവിടെ കാര്യമായിട്ട് ഡൈ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നാളെ ഇങ്ങോട്ട് നമുക്ക് കാര്യങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് വേഗം ഡൈ ചെയ്ത് നിന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നിവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഇതാണ് എൻ്റെ ചെറിയൊരു മീ ടൈം. ഇപ്പോഴത്തെ എൻ്റെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഇതാണ് എൻ്റെ ഒരു മീ ടൈം എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല, കുറച്ച് നേരം ഇരുന്നിട്ട് ഈ ഇന്നത്തെ കണക്കുകളും കാര്യങ്ങളും ഒക്കെ എഴുതും. ആരൊക്കെ ഗൂഗിൾ പേയിലും നോക്കിയിട്ട്. കാരണം നമ്മൾ പിള്ളേരുടെയൊക്കെ ഇടയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ വിട്ടുപോകും. അവരോട് ഒക്കെയൊക്കെ പറയുമെങ്കിലും അഡ്രസ്സൊക്കെ മേടിച്ച് വെക്കുമെങ്കിലും നമ്മൾ എഴുതി വെച്ചില്ലെങ്കിൽ ഒന്ന് വിട്ടുപോകും. ചിലപ്പം സാരി സ്റ്റോക്ക് വരാനുള്ള സാരി ആയിരിക്കും. നമ്മൾ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സാരി ആയിരിക്കും.
അപ്പൊ ചില സമയങ്ങളിൽ വിട്ടു പോവാറുണ്ട് കേട്ടോ, ഉള്ള കാര്യം പറയാലോ. അങ്ങനെ മാക്സിമം നോക്കും. നമ്മൾ ഡിസ്പാച്ച് ചെയ്ത ഐറ്റംസിലൊക്കെ റെഡ് ടിക്ക് അടിച്ചിട്ടാൽ എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ടൈമാണ് എന്തെങ്കിലും പാക്ക് വേണ്ടെങ്കിൽ പാക്ക് ചെയ്യും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇന്നലെ ഞാൻ ആക്ച്വലി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഓണം ഐറ്റംസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയപ്പോ വാങ്ങിച്ചൊരു ഐറ്റം ആണ് കേട്ടോ, നമ്മുടെ ഈ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ഒരു മുത്തുമാല. ആകെ നമ്മളിപ്പോ കൊടുക്കുന്നത് 65 റുപ്പീസിനാണ് കേട്ടോ, ഭയങ്കര വേർത്തി ആയിട്ടുള്ളതാണ്. അപ്പോ ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചാട്ടോ. കുറെ പേര് വാങ്ങിച്ചു, എനിക്ക് ഭയങ്കര സന്തോഷമായി. മക്കൾക്ക് ഇടാനായിട്ട് നോക്കിയിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിൽ ഓർഡർ ചെയ്യാം കേട്ടോ. 2 ദിവസത്തിൽ 3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ എത്തുമല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പ്രാവശ്യത്തെ കുറച്ച് ട്രെൻഡിങ് ഐറ്റം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. എനിക്ക് അത്യാവശ്യം നല്ല എൻക്വയറിയും സെയിൽസും ഉണ്ടായിരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. ഈ ഒരു കഥകളിയുടെ ഈ ഒരു കമ്മല് ഭയങ്കര ഭംഗിയില്ല, എനിക്കിട്ട ഭംഗി ഉണ്ടാവില്ല, എന്നാലും ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്രാവശ്യം കഥകളി കുറച്ച് ട്രെൻഡിങ് ആണെന്ന് തോന്നുന്നു എനിക്ക്. കാരണം ഓർണമെന്റ്സ് ആയിക്കോട്ടെ എല്ലാം കഥകളിയുടെ മാല അങ്ങനെ കുറെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ എസ്പെഷ്യലി ഇടാൻ കാരണം കുറെ പേര് എന്നോട് കുറെ പേർക്ക് സ്റ്റിൽ നൗ അറിയില്ല ഞാൻ ഹാമ്പർ ചെയ്യുന്നുണ്ട്. എനിക്ക് അങ്ങനെ അതിനെ ഒരു വീഡിയോ ആക്കി ഇടാൻ ഇതുവരെ എനിക്കൊരു ഗ്യാപ്പ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. വീഡിയോ ആക്കി അത് പാക്ക് ചെയ്യുന്ന ഒന്നും ഇടാൻ എനിക്ക് പറ്റിയിട്ടില്ല. കൂടുതലും സാരീസ് അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. പിന്നെ ആൾക്കാരുടെ റിക്വസ്റ്റ് പ്രകാരം പേരൻസിന് നട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ അയക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് ഓർത്തു എന്തുകൊണ്ട് ഞാനതൊരു വീഡിയോ ആക്കി ഇട്ടുകൂടാ. കാരണം ആൾക്കാരിൽ എത്തിയാലേ ഞാനത് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഞാൻ വാഗൊണ്ട് കുറെ പാടിയിട്ട് കാര്യമില്ലല്ലോ, സംഗതിയൊക്കെ ഇട്ടാലല്ലേ ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എനിക്ക് ഒരു കസ്റ്റമർ എന്താ പറയാ, പെട്ടെന്ന് ഒരു സുപ്രാത്തിൽ വന്നിട്ട് ഡിവൈന എനിക്ക് എന്റെ പാരന്റ്സിന് വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു ഹാമ്പർ പ്ലസ് ഓണത്തിന് എന്തെങ്കിലും ഒരു എന്താ പറയാ സ്നാക്സ് എന്തെങ്കിലും അത് മതി എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഡൺ ചെയ്യാം എന്ന് പറഞ്ഞു കേട്ടോ. കണ്ണും പൊട്ടി ഞാൻ ഓക്കെ പറഞ്ഞതാണ്. അപ്പം അമ്മയ്ക്ക് ഒരു സാരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, നല്ല അടിപൊളി സോഫ്റ്റ് സിൽക്ക് സാരിയാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്, ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ. ഭയങ്കര 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 കുറെ പറയുന്നുണ്ടല്ലേ സാരികൾ, ഫാഷൻസ് ഒക്കെ വരുന്നുണ്ട്, നല്ലൊരു സാരിയാണ്. പിന്നെ പപ്പയ്ക്ക് മുണ്ടും ഇതൊരു മുണ്ടാണ്. അതായത് പപ്പയ്ക്കും മമ്മിക്കും മാച്ച് ആയിട്ടുള്ള രീതിയിൽ എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് കുട്ടി. അപ്പൊ അതുപോലെ എനിക്ക് കിട്ടി, അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ. അപ്പൊ ഇതാണ് ഷർട്ട് എന്ന് പറയുന്നത് കേട്ടോ. സിമ്പിളായിട്ട് ഷർട്ടും മുണ്ടും സാരിയാണ് എടുത്തത്. അതൊരു പിന്നെ എൻ്റെ ഒരു ബ്ലാക്ക് ഫ്ലോറൽ ഡ്രസ് ഇല്ലേ, അത് ആക്ച്വലി മൂപ്പർക്ക് വേണ്ടി ഓർഡർ ചെയ്താണ് കേട്ടോ. അതുണ്ട്. പിന്നെ ഓർണമെന്റ്സ് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ പപ്പയ്ക്കും മമ്മിക്കും സെറാമിക് കപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് സെറ്റാക്കി അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പപ്പയുടെ മമ്മിയുടെ ഫോട്ടോ ഞാൻ ഓൾറെഡി ഇതിന്റെ ഇടയ്ക്ക് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നമ്മുടെ ഓണത്തിൻ്റെതായ ഐറ്റംസ് ആണ് കേട്ടോ. ചിപ്സ്, കായ വറുത്തത്, മുറുക്ക്, ശർക്കര വരട്ടി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പിസ്തയുണ്ട്, പിന്നെ പീനട്സ്, കാഷ്യൂസ്, അങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ. അപ്പൊ ഇത് പാക്ക് ചെയ്യുമ്പോൾ കാണിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എത്രത്തോളം പോസിബിൾ ആവും എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. കാരണം പെട്ടെന്ന് അഡ്രസ്സ് വന്നാൽ ഞാനത് പാക്ക് ചെയ്ത് അയക്കാനുള്ളൊരു പ്ലാനിലാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ ഓണ ഹാമ്പർ തന്നെയില്ല, ഇപ്പൊ വെഡിങ് ആനിവേഴ്സറി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മുടെ മാതാപിതാക്കൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ തോന്നുന്ന സ്വാഭാവികമായ കാര്യം. കാരണം ഇപ്പൊ ഒട്ടുമിക്ക മക്കളും ജോലിയായിട്ട് പുറത്തും അല്ലെങ്കിൽ വേറെ വേറെ സ്ഥലങ്ങളിലും ഒക്കെയാണ് അല്ലെ. ചിലപ്പം വീട്ടിൽ നിൽക്കുന്ന ബ്രദറിനും ഫാമിലിക്കും കൊടുക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാൻ ആലോചിക്കും എനിക്ക് ആരും ഇല്ലല്ലോ. നമ്മൾ ചില സമയങ്ങളിൽ ഒരു പോയിന്റിൽ ഞാൻ ആലോചിക്കും കേട്ടോ, എനിക്കങ്ങനെ ഒരാൾ ഒരു തുണ ഒരിക്കലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ എനിക്ക് തരാൻ ആരും ഉണ്ടാവില്ല എന്നുള്ളൊരു സങ്കടം ഇപ്പൊ വരാറുണ്ട് കേട്ടോ. ചില സിറ്റുവേഷൻസ് വരുമ്പോ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പലതും ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു ഒരു ഫീലിങ്സ് ഇപ്പം ശരിക്കും വന്നു തുടങ്ങി എനിക്ക്. അപ്പോ
അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാട്ടോ. നിങ്ങൾക്ക് പേരൻസിന് അല്ലെങ്കിൽ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ ബ്രദേഴ്സിന്, സിബ്ലിങ്സ്, കസിൻസിനൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ചെയ്യും. എന്നെ ഇതിന് ത്രൂ ഔട്ട് ഇപ്പം കാഷ്യൂ നട്ടും ഇതൊക്കെ പർച്ചേസിന് എനിക്ക് ഹെൽപ്പ് ചെയ്തത് ഡോൺ ചേട്ടനാണ്. എനിക്കത് ഭയങ്കര സന്തോഷമായി. ഫോട്ടോ ഫ്രെയിം ചെയ്യാനുണ്ടായിരുന്നു. അത് നമ്മൾ വെറൈറ്റി ആയിട്ടാണ് ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്നത്. എപ്പോഴും എല്ലാവരും നമ്മൾ ലാമിനേഷൻ അത് ഇത് എന്നൊക്കെ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഹോപ്പ് അവർക്ക് അത് ഇഷ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. പിന്നെ അത് ഡോൺ ചേട്ടൻ ചെയ്ത് തന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി കേട്ടോ. കാരണം എനിക്ക് അങ്ങനെ എപ്പോഴും പുറത്തു പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനില്ല. പ്രത്യേകിച്ച് പിള്ളേരുള്ളപ്പോൾ എനിക്ക് ഒട്ടും പറ്റില്ല. അവർ സ്കൂളിൽ പോയതിന് ശേഷമേ പറ്റുള്ളൂ. പിന്നെ ചാക്കോ ഇപ്പോൾ ഒട്ടും നിൽക്കില്ല കേട്ടോ. തോമുനെ നമുക്ക് പിന്നെയും പറഞ്ഞ് പുറത്തു പോകാന്ന് പറഞ്ഞാൽ നിന്നോളും. പക്ഷെ ചാക്കോ സത്യം പറഞ്ഞാൽ ഡോൺ ചേട്ടൻ ആ 2 ആഴ്ച മാറി നിന്നതിന് ശേഷം ചാക്കോ എൻ്റെ അടുത്തൊന്നും മാറണില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ 1 വീക്ക് സ്കൂൾ ഹോളിഡേ വന്നത് എനിക്ക് ശരിക്കും അടിയായി പോയി. പക്ഷെ ഇന്ന് എനിക്ക് ഡോൺ ചേട്ടൻ എല്ലാം ചെയ്തു തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ നിങ്ങൾക്കും എന്തെങ്കിലും ഹാമ്പേഴ്സ് വേണമെങ്കിൽ ഉറപ്പായിട്ടും പറയണം. ഞാനത് ചെയ്തു തരുന്നതായിരിക്കും. എനിക്ക് പറ്റും. എനിക്കൊരു കോൺഫിഡൻസ് വന്നു. ഈ പറഞ്ഞ പോലെ യൂട്യൂബ് വീഡിയോ ഞാനത് പറയണില്ല. ഇടുമെന്നോ ഇടാൻ പോവാന്നോ ഒന്നും ഞാൻ പറയണില്ല. എനിക്ക് പറ്റുമ്പോൾ എൻ്റെ ഒരു ഗ്യാപ്പ് പോലെ, നിങ്ങൾക്കറിയാലോ നമ്മളങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു സെറ്റപ്പ് അല്ല. നമുക്ക് പിള്ളേരും നമ്മളെല്ലാവരും ഒന്നിച്ച് താമസിക്കുന്ന ഒരു വീടാണ്. സോ അതിൻ്റെതായ കുറേ കാര്യങ്ങൾ കാണും. ബിസിനസ്, എല്ലാവർക്കും ബിസിനസ് ഉണ്ട് അല്ലേ? ഒരു വീട്ടില് ഒരാൾക്ക് ബിസിനസ് ഉണ്ടാവണ പോലെയല്ല നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും ബിസിനസ് ഉണ്ട്. സോ അതനുസരിച്ച് നമ്മുടെ ഷെഡ്യൂളിലും കാര്യങ്ങളും, പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് നമുക്ക് ഫുഡ് വേണമെങ്കിൽ 1 മണിക്കൂർ വൈകി കഴിക്കാം. പക്ഷെ പിള്ളേരെ ആ ഒരു സമയത്ത് വിട്ടില്ലെങ്കിൽ അതും ശരിയാവില്ലല്ലോ. അപ്പം രാവിലെ മാക്സിമം പണികൾ തീർക്കാൻ ഞങ്ങൾ നോക്കാറുണ്ട്. പിന്നെ ചാക്കോന് ഉച്ചയ്ക്ക് ഭക്ഷണം വേണ്ടതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് തന്നെയാണ് വെക്കാറ്. ആ കൂട്ടത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വെച്ച് സെറ്റ് ആവും. ചില സമയങ്ങളിൽ ഡിമ്പിൾ തന്നെ ഡിന്നറും ലഞ്ചും വെച്ച് നോക്കും. ഡിമ്പിളിന് അങ്ങനെ ഒറ്റയടിക്ക് വെച്ച് അവസാനിപ്പിക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് പക്ഷേ ആരും ഇല്ലെങ്കിൽ ഞാൻ ലഞ്ചും ഡിന്നറും ഒക്കെ ഒരുമിച്ച് വെക്കും. എല്ലാവരും ഉള്ളപ്പോഴാണെങ്കിൽ എനിക്കിങ്ങനെ ബാച്ച് ആയിട്ട് വെക്കുന്നതാണ് ഇഷ്ടം. ഇന്നൊരു കഞ്ഞി ഡേറ്റ് ആയിരുന്നു, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പം ഒരു ലൈഫ് പൊക്കോണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഓണം വരുന്ന ആ ഒരു തിരക്ക് വരും. എനിക്ക് ആക്ച്വലി ഓണം കഴിഞ്ഞ മാസം വന്ന പോലെയായിരുന്നു. ഈ മാസം അത്ര ഓണത്തിനായിട്ട് ഉള്ള തിരക്കും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല. ഇങ്ങനെ ഇരിക്കണോ. എനിക്കൊരു ഷോൾഡർ പെയിൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുടി ഷോൾഡർ പെയിൻ ഉള്ളതുകൊണ്ടല്ല കേട്ടോ മുടി ഇട്ടിരിക്കുന്നത്. ഞാനപ്പം നമുക്ക് ഈ ഒരു ഷോൾഡറിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഇന്നേഴ്സ് ആണ് ഞാനിപ്പം യൂസ് ചെയ്യുന്ന നൈറ്റ്. അപ്പോൾ ഇതുണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ എഗ്സ് പോലെ വരുന്ന സ്ഥലം ഭയങ്കര ടൈറ്റ് ആണ്. ടൈറ്റ് മീൻസ് ഇവിടെ നല്ല ടൈറ്റ് ആക്കിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒബ്വിയസ്ലി ഈ സ്ട്രാപ്പ് കാണും. സ്ട്രാപ്പ് കണ്ടാൽ പറയും ഇതൊക്കെ കണ്ടുകൂടെ, ഇതൊക്കെ ഒതുക്കി ഇരുന്നൂടെ എന്നൊക്കെ ചിലർ ചോദിക്കും കേട്ടോ. ബുദ്ധിയുള്ളവർ ചോദിക്കില്ല. നടിമാരിട്ടാ അത് ഓഹേ, നമ്മളിട്ടാ അത് പുച്ഛം, ഷെഡിൽ കിടന്നിട്ട് ഇങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുകയാണെന്നൊക്കെ ചോദിക്കും. ബോധമില്ലാത്ത കുറെ അലവിലാത്തികൾ ചോദിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഒട്ടും പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടിരുന്നത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ഒട്ടും പരിചയമില്ലാത്ത രീതിയിൽ ഇരിക്കുമ്പോൾ അതൊരു ചോദ്യം വരും, ഡിവൈൻ എന്താ ഈ പ്രാന്തത്തിനെ പോലെ ഇരിക്കുന്നു എന്നും ചോദിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ. അപ്പോൾ ഹാമ്പേഴ്സോ ഓർണമെന്റ്സോ എന്ത് വേണമെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ കഴിഞ്ഞ മാസം അത്യാവശ്യം ആക്റ്റീവ് ആയിരുന്നു കുറച്ച് സമയങ്ങളിൽ. പിന്നെ ഞാൻ പിന്നെയും പോയി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും കാണിച്ചു കൂട്ടുക എന്നുള്ളത് മാത്രമായപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. കുറച്ച് ദിവസം മിണ്ടാണ്ടിരുന്ന് ഓക്കെ ആവുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റിനെ ഒരുപോലെ കൊണ്ടു നടക്കാൻ പറ്റില്ല. ഒരു ബ്രേക്ക് ഈ പറഞ്ഞ പോലെ. പക്ഷെ എനിക്ക് ബിസിനസ്സിൽ ബ്രേക്ക് എടുക്കേണ്ടി വന്നില്ല കേട്ടോ. എനിക്ക് നിങ്ങൾ തന്ന ഒരു സപ്പോർട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. എനിക്ക് 2-3 ദിവസം, കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാതിരിക്കേണ്ടി വന്നുള്ളൂ. പക്ഷെ അതിലും ഉപരിയായിട്ട് നിങ്ങൾ ബിസിനസ്സിൽ എന്നെ വല്ലാതെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷമായി. കഴിഞ്ഞ മാസം എങ്ങനെ സപ്പോർട്ട് ചെയ്തു അതുപോലെ തന്നെ മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിലാണ് എനിക്കിത് ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും നിങ്ങളുടെ ഒരു പ്രചോദനത്തിലാണ് ഇത് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഞാനൊരു ഗ്യാപ്പ് എടുത്തിട്ട് വന്നാലും എന്നെ 2 കൈ നീട്ടി സ്വീകരിക്കാൻ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ബിസിനസ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കുറേ പേര് നമ്മുടെ സ്റ്റോറീസ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഷോർട്സ് കണ്ടിട്ടോ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നമ്പർ സേവ് ചെയ്യാൻ പറഞ്ഞ് മെസ്സേജ് അയക്കുക, ഓർണമെന്റ്സിന്റെ സ്റ്റാറ്റസ് കാണാൻ, അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ നമ്പർ കയ്യിലില്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ നമ്പർ സേവ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മൊമെന്റ് തൊട്ട് ഞാൻ ഇടുന്ന സ്റ്റാറ്റസിൽ ഞാൻ ചറ സ്റ്റാറ്റസ് ഇടും കേട്ടോ. എൻ്റെ അങ്ങനത്തെ ഒരു വെറുപ്പിക്കൽ നിങ്ങൾ സഹിച്ചേ പറ്റുള്ളൂ. ഞാൻ ചറ പറാന്ന് സ്റ്റാറ്റസ് ഇടും. പക്ഷെ ആൾക്കാർ ശ്രദ്ധിക്കാറുണ്ട്, എല്ലാവരും നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം നമ്മളങ്ങനെ സ്റ്റാറ്റസ് ഇട്ടാൽ കാണാനും ആൾക്കാർ വേണമല്ലോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ വീണ്ടും പറയാണ്, ഹാമ്പേഴ്സ് ഓണത്തിനൊക്കെ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് മുമ്പേ പറഞ്ഞാൽ നമുക്ക് അതൊക്കെ ഒപ്പിച്ച് സെറ്റാക്കി വെക്കാം. ആ സമയമാകുമ്പോൾ ഒരു വെപ്രാളം വേണ്ട എന്ന് വെച്ചാൽ ഞാൻ സത്യം പറഞ്ഞുകൊണ്ട് ഇപ്രാവശ്യം വീട്ടിൽ പോകാൻ ടിക്കറ്റ് പോലും ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല. കാരണം അല്ലെങ്കിൽ നമ്മൾ വെക്കേഷൻ വരെ വീട്ടിൽ പോകാൻ മനസ്സിലാവും ഇന്ന ദിവസം അടയ്ക്കും. അപ്പം ആ സമയത്തിന് ട്രെയിൻ ഞാൻ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ തന്നെ പോകുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് AC ബുക്ക് ചെയ്തിട്ടാണ് പോകുക. അപ്പോൾ കുറച്ച് നേരത്തെ ബുക്ക് ചെയ്താൽ അത് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയാണ് നേരത്തെ ബുക്ക് ചെയ്യാണ് പതിവ്. ഇപ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തില്ല. കാരണം എൻ്റെ മനസ്സിലൊരു ഹോപ്പ്, ദൈവം ചിലപ്പോൾ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തരും. ഞാനത് ആൾക്കാരിലേക്ക് എത്തിക്കാത്തതുകൊണ്ടായിരിക്കാം മേ ബി ആൾക്കാർക്ക് അറിയാത്തത് ഞാൻ ഹാമ്പേഴ്സ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതിനുശേഷം ഞാൻ ചെയ്തു തുടങ്ങി. ചാക്കോക്കെ സ്കൂളിൽ പോകുന്നതിന് ശേഷം ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ചാക്കോ കഴിഞ്ഞ വർഷം തൊട്ടാണല്ലോ പോയി തുടങ്ങിയത്. ഓണത്തിന്റെ സമയത്തൊന്നും പോകുന്നത്, ഓണത്തിന് ശേഷമാണ് പോയി തുടങ്ങിയത്. അന്ന് എന്നോട് കുറെ പേര് സമീപിച്ചെങ്കിലും ഞാൻ നൈസായിട്ട് ഡിമ്പിളിലേക്ക് അങ്ങ് നയിച്ചങ്ങ് വിടുകയാണ് ചെയ്തത് കേട്ടോ. കാരണം എനിക്ക് അന്ന് പുറത്തു പോകാൻ യാതൊരു നിർവാഹവും ഇല്ലായിരുന്നു. ഇപ്പൊ ചാക്കോ വൈകുന്നേരം വരെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഗ്യാപ്പ് ഉണ്ട്. പിന്നെ തോമു വരുമ്പോ ഇവിടെ മിണ്ടാണ്ടിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങ് പോയി പല കാര്യങ്ങളും നമ്മൾ എല്ലാ കാര്യങ്ങളും വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ പർച്ചേസിന് പോകേണ്ടി വരും, ആ സാധനങ്ങൾ എടുക്കേണ്ടി വരും, കൊറിയർ ചിലപ്പോൾ ഡയറക്റ്റ് പോയി കളക്ട് ചെയ്യേണ്ടി വരും. ഈ നട്ട്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഇടയ്ക്കൊരു അബദ്ധം പറ്റിയത്, ഈ പറഞ്ഞ പോലെ ഞാൻ വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ഡിമ്പിളും മമ്മിയൊക്കെ ആണെങ്കിൽ റെഗുലർ ആയിട്ട് ആ ഹാമ്പർ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എനിക്ക് എല്ലാം കൂടെ ആവുമ്പം എനിക്ക് പറ്റുന്നില്ല. നമ്മള് ചിലരൊക്കെ പറയും ചുമ്മാ ഇരിക്കില്ല നല്ല സുഖമല്ലേ. ഞാൻ പറഞ്ഞു, ഞാൻ എന്താണ്, ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നുള്ള എൻ്റെ ഒരു പോയിന്റ് നിന്നാലേ മനസ്സിലാവുള്ളൂ. ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ചെയ്താലാണ് എൻ്റെ ഒരു ദിവസം കഴിഞ്ഞു പോവാന്നുള്ളത് അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് കേട്ടോ. ചില ഈ പിപ്പിരിക്കണ്ണികൾ ഇത്തിക്കണ്ണികളൊക്കെ വന്നിട്ട് ചോദിക്കുക എന്താ സുഖം, അവിടെ വെറുതെ ഇരുന്നാൽ മതി. വെറുതെ ഞാൻ ഇരിക്കുന്നില്ല. എല്ലാവർക്കും പണിയുണ്ട്, എല്ലാവർക്കും പണിയുണ്ട്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അവരുടേതായ പണികളുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മൾ വീട്ടമ്മമാർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകൾ പറയും അല്ലേ. എല്ലാവരും ഇപ്പൊ ഈവൻ എൻ്റെ അമ്മ പോലും പറയാറുണ്ട്. ചിലർ പറയും അമ്മയ്ക്ക് വീട്ടിൽ സുഖമായിട്ടിരിക്കല്ലേ. ഞാൻ പറയാം, എൻ്റെ അമ്മയുടെ ലൈഫ് സ്റ്റൈൽ കാണണമെങ്കിൽ എൻ്റെ അമ്മയുടെ കൂടെ ഇരുന്നാലേ എൻ്റെ അമ്മയുടെ ലൈഫ് സ്റ്റൈൽ എന്താണെന്ന്, അമ്മ എത്രത്തോളം റെസ്റ്റ് എടുക്കുന്നുണ്ടെന്ന്, സുഖിച്ചിരിക്കുക എന്ന് മനസ്സിലാവുള്ളൂ എന്ന് ഞാൻ പറയും കേട്ടോ. എൻ്റെ അമ്മ വെളുപ്പിനെ 4:30 5 മണിയാകുമ്പോൾ എണീക്കുന്നതാണ്. കാരണം അച്ഛന് ചോറും കറിയൊക്കെ സമയത്ത് വേണം. അമ്മ ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാണ്, പക്ഷെ ആരെയും ഡിസ്റ്റർബ് ചെയ്യുന്ന കൂട്ടത്തിലല്ല. വെളുപ്പിനെ എഴുന്നേറ്റ് സ്വന്തമായിട്ട് മിണ്ടാണ്ട് അവിടെ ഇരുന്ന് ബൈബിള് വായിക്കും. അച്ഛനാണേലും ശാലോം ഒക്കെ വെച്ച് കുർബാന കാണുക, കൊന്ത കൂടുക, അങ്ങനെയൊക്കെ. അത് എന്ത് ഇച്ചിരി ചൊറിയനാണെന്ന് പറഞ്ഞാലും അതൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അവർക്ക് അമ്മയുടേതായ ഒരു സ്പേസ് കണ്ടെത്താറുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പണികൾ കാണും. വാഷിംഗ് മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അമ്മ കല്ലിൽ തന്നെ അലക്കുള്ളൂ. അച്ഛൻ്റെ ഡ്രസ്സ് കാണും, അമ്മയുടെ ഡ്രസ്സ് കാണും. അമ്മ ഇങ്ങനെ ബാച്ച് ആയിട്ടാണ് അലക്കുക. കാരണം അമ്മയ്ക്ക് വയ്യ. അമ്മയ്ക്ക് ഒരു 64 വയസ്സുണ്ട്. നല്ല പ്രശ്നമുണ്ട് അമ്മയ്ക്ക്. ശരിക്കും ചിക്കൻ ഗുനിയ വന്നതിന് ശേഷം അമ്മ ഫുള്ളി ഡൗൺ ആണ്. അതിൻ്റെ ഇടയ്ക്ക് അമ്മ വീണ് കാലൊടിഞ്ഞിട്ടുണ്ട്. പറയുമ്പോൾ ഭയങ്കര സുഖമാണ്, ബസ്സിൽ കയറി വരുന്നു. പക്ഷെ അമ്മയുടെ ബുദ്ധിമുട്ട് അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയോട് പറയും, അമ്മ ഇവിടെ വരുമ്പോൾ കുറച്ച് നേരം ഇരിക്കുക. കാരണം അച്ഛൻ ഭയങ്കരമായിട്ട് ഫുഡിയാണ് കേട്ടോ. ഇപ്പൊ മീൻ മേടിച്ചോണ്ട് ഇപ്പൊ തന്നെ വെട്ടി കറി വെച്ച് കഴിച്ചാലേ അച്ഛൻ സമ്മതിക്കുള്ളൂ. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ മീൻ വെട്ടി ക്ലീൻ ചെയ്ത് കൊണ്ടുവരും, കഴുകി അടുപ്പത്തിടുക എന്നുള്ളൊരു ജോലി മാത്രമേ നമുക്കുള്ളൂ. പക്ഷെ അവിടെ അങ്ങനെയല്ല, അച്ഛൻ ഫുൾ മീനായിരിക്കും കൊണ്ടുവരിക. ഇപ്പോഴായിരിക്കും ഞാൻ പിന്നെ വഴക്ക് പറഞ്ഞിട്ട് ഇടയ്ക്ക് വല്ലോ കേട്ടോ. പക്ഷെ അമ്മയ്ക്ക് അതൊക്കെ വെട്ടി ക്ലീൻ ചെയ്ത് ആ പ്രായവും ഒക്കെ ആലോചിക്കണം കേട്ടോ. ഇടയ്ക്ക് ഉച്ചയ്ക്ക് കുറച്ച് സമയം ഉറങ്ങും, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പിന്നെ അമ്മയ്ക്ക് ഈ ഞാൻ പറയാറില്ല, എനിക്ക് മഴക്കാലമായ പൈപ്പ് തുറന്ന് രാവിലെ തണുത്ത വെള്ളത്തിട്ട് തുമ്മൽ തുടങ്ങും. എനിക്ക് പിന്നെയും പിടിച്ചു നിൽക്കാൻ പറ്റും. അമ്മയ്ക്ക് തണുത്ത വെള്ളം പറ്റില്ല, തണുപ്പ് പറ്റില്ല, തലയിൽ അധികം നേരം എണ്ണ തേക്കാൻ പറ്റില്ല, അലർജിയാണ്, പൊടി പറ്റില്ല, പെയിന്റിന്റെ മണം പറ്റില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. കുറേ അസുഖങ്ങളുണ്ട് മൂപ്പരുടെ കയ്യിൽ. പക്ഷെ അതൊന്നും മൂപ്പര് കാണിക്കില്ല. എല്ലാം വളരെ ഭംഗിയിൽ വെച്ച് നമ്മുടെ വീട്ടില് ഗസ്റ്റുകൾ വരാറുണ്ട്, അമ്മയുടെ ബ്രദേഴ്സ് വരാറുണ്ട്. പക്ഷെ അവരെല്ലാം രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് അമ്മയ്ക്ക് പറ്റാവുന്നതൊക്കെ ചെയ്യും.
നമുക്ക് സാധനം വേണമെങ്കിൽ മണ്ണയുടെ കവലയ്ക്ക് പോകണം, ആ കുന്നുമുറം കയറ്റി വേണം കൊണ്ടുവരാനായിട്ട്. ചുമ്മാ ഞാൻ എപ്പോഴും ആലോചിക്കുക എങ്ങനെ ആൾക്കാർക്ക് മനസ്സ്. ചിലപ്പോൾ നമ്മുടെ ആ പ്രായം വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് വീട്ടിലിരുന്നാൽ മതിയല്ലോ. പക്ഷെ അമ്മയാണ് സ്റ്റിൽ സാധനങ്ങൾ അച്ഛൻ വാങ്ങിക്കുമെന്ന് പറഞ്ഞാലും പെണ്ണുങ്ങളുടെ എന്താ അച്ഛൻ അങ്ങനെ ഒരു സിൻസിയർ ബൈയിങ് ഒന്നും ഇല്ല കേട്ടോ. മൂപ്പർക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചോണ്ട് വരും എന്നല്ലാണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ പോവാ എന്താ ഇപ്പം നമ്മള് റേഷൻ കടയിൽ പോവുക, ഗോതമ്പ് വാങ്ങിക്കുക, പച്ചരിയൊക്കെ വാങ്ങിക്കുക, അതൊക്കെ അമ്മ തന്നെ പോകണം. അച്ഛൻ കൊണ്ടുപോകായിരിക്കും ചിലപ്പോൾ ഓട്ടോയിൽ. പക്ഷെ ഈ കുന്നുമറം കയറ്റുകയെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പാടൊന്നും അല്ല. അത് അവിടെ ജീവിക്കുന്നവർക്കും ആ ഒരു സിറ്റുവേഷനിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ ആ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇപ്പൊ എന്നെ സംബന്ധിച്ചായാലും നമ്മള് പിള്ളേരെ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. അത് നമ്മൾ ഷെയർ ചെയ്ത് ചെയ്യാറുണ്ടെങ്കിലും ബിസിനസ് 3 പേർക്ക് 3 പാർട്ടായിട്ട് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ തിരക്കുണ്ട്, പാക്കിംഗ് ഉണ്ട്, ആൾക്കാരിലേക്ക് സാധനം എത്തിക്കണം. അതൊന്നും ചില്ലറ പാടല്ല. ഇപ്പൊ ഒരാൾ സാരി ഓർഡർ ചെയ്താൽ നമ്മുടെ സെല്ലറിനോട് അന്വേഷിച്ച് അത് ഓക്കെ ആക്കി വെക്കണം, അത് വരുത്തിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അന്യനാട്ടുകാരായിട്ടുള്ള ഡീലിങ്സ് ആണ്. ഒന്നാമത് എനിക്ക് ഹിന്ദി പോലും അറിയില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയൊക്കെയോ ദൈവം ജീവിക്കാനുള്ള ഒരു ഐഡിയ തരുന്നതായിട്ട് സത്യമായിട്ട് ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും ജോലിക്ക് പോകുന്നവർക്ക് ഡബിൾ ജോലിയാണ്. പുറത്തെ ജോലിയും ചെയ്യണം, വീട്ടിലെ ജോലിയും ചെയ്യണം, മക്കളുടെ ജോലി ചെയ്യണം. ചിലർക്ക് വീട്ടിലെ ഹെൽപ്പിന് പോലും ആളുണ്ടാവും. പാരൻസ് പോലും കാണില്ല, പിള്ളേര് ജോലി കഴിയുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ പല രീതിയിൽ ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കുറെ ഇത്തിക്കണ്ണികൾ ജഡ്ജ് ചെയ്യാനും കാണും. അതൊന്നും ഞാൻ നോക്കണില്ല. ബട്ട് സംടൈംസ് ഇറ്റ്സ് ഹേർട്ട്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം എനിക്കിതിപ്പം എല്ലാതും എനിക്ക് വീഡിയോ എടുത്തിട്ട് കാണിക്കാൻ ഒരിക്കലും പറ്റില്ല അല്ലേ. എനിക്കൊരു പരിധിയുണ്ട്. എൻ്റെ ഒരു പരിമിതിക്കുള്ളിൽ നിന്നാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു പകുതിയെങ്കിലും ഞാൻ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കണത്. അതിനും ആൾക്കാർ ചൊറിയാൻ തുടങ്ങി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഹാമ്പേഴ്സോ ഗിഫ്റ്റ്സോ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഫോട്ടോ ഫ്രെയിമോ അങ്ങനെ എന്തോ ആയിക്കോട്ടെ, ഓണം ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ, നമുക്ക് മാക്സിമം സെറ്റ് ആക്കാം. ഹാമ്പേഴ്സ് ഒക്കെ ഓർഡർ ചെയ്യാം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഞങ്ങളുടെ കഞ്ഞി ഡേറ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു കേട്ടോ. അപ്പം കീപ് സപ്പോർട്ടിങ്. നിങ്ങളുടെ പ്രാർത്ഥന അനുഗ്രഹം എപ്പോഴും ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ വേണം. ഒരാളുടെ അല്ല, ഞങ്ങൾ എല്ലാവരുടെയും കൂടെ വേണം. പിള്ളേരുടെയും ഞങ്ങളുടെയും ഒക്കെ ആയിട്ട്. ഇനിയിപ്പോ 2 ദിവസം തിരക്കായിരിക്കും. സൺഡേ അന്ന ചേച്ചിയും പിള്ളേരും വരുന്നതുകൊണ്ട് ചിലപ്പോൾ കൂടുമായിരിക്കും, അറിയില്ല. ഇതുവരെ അതിന്റെ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. അന്ന ചേച്ചി വരും എന്തായാലും. നമുക്ക് ഇനി കാര്യങ്ങളുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു നാളെ ഇവിടെ എന്തോ സോഫ ക്ലീനിങ്ങിന് വരുമെന്ന് മമ്മിയും ടിമ്പിളും പറയണ കേട്ടു. അപ്പം അവര് നാളെ ഉണ്ടാവും. അപ്പൊ പിള്ളേരെ പിടിച്ചിരുത്തണം. ഇപ്പോൾ ആലോചിക്കുമ്പോ തന്നെ തലയിൽ ഭ്രാന്ത് വരുന്നു. അപ്പൊ ഞാൻ എന്റെ കണക്ക് പുസ്തകമൊക്കെ എടുത്തു വെച്ചിട്ട് എന്റെ പോയി കിടന്ന് ഉറങ്ങട്ടെ. കുരുക്കടിക്കുന്ന മാതാവിന്റെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി കുരുക്കുകൾ ഇങ്ങനെ അഴിച്ചു തരണേ എന്ന് ദൈവത്തിനോട് ഇപ്പൊ പ്രാർത്ഥിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യണം. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലും ഒക്കെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.